ഹലോ. ദുൽഖർ സൽമാന്റെ വേഫെയർ നിർമ്മിച്ച ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ ഇപ്പോൾ 200 കോടിയും കടന്ന് അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനൊക്കെ വിചാരിച്ചതിലും വളരെയധികം ഉയർന്ന നിലയിലാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സംവിധായകനായ ഡൊമിനിക് അരുൺ ആ ഒരു വിജയം അദ്ദേഹത്തിൻ്റെ മാത്രമായും ആക്കി മാറ്റാതെ അതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പ്രത്യേകതകളും എല്ലാവരുടെയും കഴിവിനെ പറ്റിയൊക്കെ വളരെയധികം വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ സിനിമയിലൂടെ അദ്ദേഹം നമുക്കൊരു പുതിയ യൂണിവേഴ്സാണ് കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ അണിയറയിലും വളരെ മനോഹരമായ ഒരു ലോകമുണ്ടായിരുന്നു. അവരുടെ സൗഹൃദത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ, പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെ ഒരു ലോകം ഈ സിനിമയുടെ പുറകിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഡൊമിനിക് അരുണിൻ്റെ ഇൻ്റർവ്യൂസിലൂടെ നമുക്ക് മനസ്സിലാവും. വളരെയധികം ശാന്തവും എന്നാൽ വ്യക്തമായ രീതിയിലും വളരെ വിനയത്തോടും കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഡൊമിനിക് അരുണിനെ കാണുന്നത്. ഈ സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തരംഗം കഴിഞ്ഞ് അദ്ദേഹത്തിന് സിനിമാ ജീവിതത്തിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ടൊവിനോ തോമസ് തൻ്റെ കൂടെ നിന്നതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. നിൻ്റെ വട്ടൊക്കെ പുറത്തെടുത്ത് നീ എന്തെങ്കിലും ചെയ്യുക, ഇവിടുത്തെ ഓഡിയൻസൊക്കെ അത് ഇഷ്ടപ്പെടുന്നു പറഞ്ഞ് ടൊവിനോ തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി അദ്ദേഹം ഇൻ്റർവ്യൂസിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കഥ അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് നിമിഷ് രവിയോടാണ്. അപ്പം നിമിഷാണ് ഇതൊരു യൂണിവേഴ്സിലാക്കി, നമുക്ക് ഇതൊരു യൂണിവേഴ്സിനുള്ള സാധ്യത ഇതിലുണ്ട്, ഇത് വളരെ ചെറുതായിട്ട് ചെയ്യേണ്ട സിനിമയല്ല, ഇത് വളരെ വലുതായിട്ട് തന്നെ ചെയ്യേണ്ട സിനിമയാണെന്ന് പറഞ്ഞ് ഇതിനെ പിന്നെ വളരെയധികം സ്വന്തം സിനിമ പോലെ ഇതിൽ പ്രവർത്തിച്ചാണ് നിമിഷ് രവി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്യാമറയിലൂടെ കാണിച്ച മാജിക്കിനെ പറ്റിയും പറയുന്നുണ്ട്. സിനിമയ്ക്ക് ഒരു കോമിക് ബുക്ക് ഫീലിംഗ് കൊടുക്കാൻ നിമിഷിന് കഴിഞ്ഞു. അതേപോലെ അതിൻ്റെ കളറിങ്ങിലായാലും ഗ്രേഡിങ്ങിലായാലും വളരെ രസകരമായ രീതിയിൽ എല്ലാവർക്കും വളരെയധികം ആ ഒരു വേൾഡ് കൊണ്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ നിമിഷ് ആ ക്യാമറ ചെയ്തതിനെ പറ്റി ഡൊമിനിക് അരുൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിർമ്മാതാവായ ദുൽഖർ, ഇത് നിങ്ങൾ ചെറിയ രീതിയിലൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ സ്കെയിലിനെ പറ്റി നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, നമുക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ ദുൽഖർ കൂടെ നിന്നു. അതുപോലെ തന്നെ ഇതിന് നല്ല റീവാച്ചബിൾ പോസിബിലിറ്റീസ് ഉണ്ടെന്നും ദുൽഖർ പറഞ്ഞു. പിന്നെ സിനിമയെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഡയറക്ടർ, ഇത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കാൻ പറ്റുന്ന സിനിമയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞുള്ള ഒരു നിർമ്മാതാവ്, അതും ഈ സിനിമക്ക് വളരെയധികം ഗുണം ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്രയധികം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മ്യൂസിക് ചെയ്ത ജെയ്ക്സ് ബിജോയിയുടെ സാന്നിധ്യം, ജെയ്ക്സ് ബിജോയി ആ സിനിമേനെ വേറൊരു ലെവലിലേക്ക് തന്നെ കൊണ്ടുവന്നു സീനുകൾ. ജെയ്ക്സ് ബിജോയുടെ സാന്നിധ്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചമൻ ചാക്കോ സ്വന്തം സിനിമ പോലെ എടുത്ത് സിനിമക്ക് ഓഡിയൻസിലേക്ക് ഒരു കമേഴ്ഷ്യലായിട്ട് അതിനെ എത്തിക്കാൻ ചമന് കഴിഞ്ഞു. നല്ലൊരു ഫാസ്റ്റ് മൂവിങ് സിനിമക്ക് കൊണ്ടുവന്നത് ചമനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറെ പറ്റി പറയുന്നുണ്ട്. അവർ വളരെയധികം, എത്ര ചെറിയ രീതിയിൽ മതി എന്ന് പറഞ്ഞാലും അതൊന്നും പറ്റില്ല, നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയധികം പണിയെടുത്ത് ഇത് ചെയ്ത ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറായ ബംഗ്ലാനെ പറ്റിയിട്ടും ആർട്ട് ഡയറക്ടറെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശാന്തി ബി ഈ സിനിമയ്ക്ക് ഒരു വിമൻ പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവന്ന് നീലിക്ക് പുതിയ കാലത്തിലെ ഒരു നീലിയെ ഒരു പുതിയ കാലത്തിലെ പെൺകുട്ടിയായി ആ ഒരു പിന്നെ ആർജവത്തോടെയും അവൾക്ക് അതിൻ്റെതായ ഒരു വ്യക്തിത്വമൊക്കെ കൊടുക്കുന്നതിൽ ഇതിൽ ശാന്തിബിയുടെ പങ്കിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെ പറ്റിയും ഇത് തൻ്റെ മാത്രം കഴിവല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമ എഴുതാൻ എളുപ്പമാണ്, പക്ഷെ അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റേതായ ബഡ്ജറ്റ് അത്രയധികം, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ എല്ലാത്തിനും തൻ്റെ കൂടെ നിന്ന എല്ലാവരെ പറ്റിയിട്ടും അദ്ദേഹം വളരെയധികം സന്തോഷത്തോടു കൂടിയും അവരെല്ലാം അംഗീകരിച്ചും കാണുന്നതന്നെ ഒരു അപൂർവമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്ററെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. യാനിക് ബെൻ, അദ്ദേഹം ആ കല്യാണീനെ കൊണ്ട് അത്രയും രസകരമായിട്ട് ഫൈറ്റ് ചെയ്യിച്ചത്, ആ ഒരു ചെറിയ കൊച്ചിനെ കൊണ്ടായാലും ആ കുട്ടീനെ പറ്റി ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരെ പറ്റിയിട്ടും അവരുടെ ഗുണങ്ങളെ പറ്റിയും അവരുടെ കഴിവിനെ പറ്റിയൊക്കെ ഇതിൽ ഡൊമിനിക് അരുൺ ഓരോ ഇൻ്റർവ്യൂവിലും എടുത്ത് പറയുന്നുണ്ട്. പിന്നെ കല്യാണി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം പരിശ്രമിച്ചതിനെ പറ്റിയിട്ട് മറ്റ് നെസ്ലനായാലും ചന്തു ആയാലും അരുൺ കുര്യനായാലും സാൻഡി മാസ്റ്റർ ആയാലും
അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വേൾഡ് നമുക്ക് ഇവർ തുറന്ന് കാണിച്ചു തന്നു സിനിമയിലൂടെ. അതേസമയം സിനിമയുടെ പുറകിലും അത്ര മനോഹരമായ ഒരു ലോകം ഇവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ഇൻ്റർവ്യൂയിലൂടെ മനസ്സിലാവും. മനുഷ്യരുടെ കൂട്ടായ്മയുടെ, മനുഷ്യരുടെ ഇത്രയധികം കഴിവുള്ള ആളുകളുടെ ഒരു സമ്മേളനം. സാധാരണ ഒരു സിനിമ വിജയിച്ചാൽ നമ്മൾ പൊതുവെ ഒരു സംവിധായകന്റെ പേരിൽ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരിലൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഈ ഒരു സിനിമ, ഈ ഒരു ഇന്റർവ്യൂയിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഈ സിനിമ എല്ലാവരുടെയാണ്. നിമിഷ് രവിയുടെയും ചമൻ ചാക്കോന്റെയും ബംഗ്ലാന്റെയും യാനിക് ബെന്നിന്റെയും ഇതിന്റെ നിർമ്മാതാവായ ദുൽഖറിന്റെയും, ചുരുക്കി പറഞ്ഞ ഈ സിനിമ എല്ലാവരുടെയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു അത്ഭുതകരമായ ഒരു ലോകമാണ് നമുക്ക് ഈ സിനിമയിലൂടെ അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ സിനിമ അണിയറയിലായാലും സിനിമ നമുക്ക് കാണുന്ന രീതിയിലായാലും ഇത് ഒരു അത്ഭുതം തന്നെയാണ് ഈ സിനിമ. ഇത്രയും മനുഷ്യരും ഇത്രയും കൂട്ടായ്മയോടെയും സന്തോഷത്തോടെയും പ്രവർത്തിക്കുന്ന അത് നമ്മൾ ഇപ്പോൾ ഈ പ്രൊമോഷൻസിലായാലും അങ്ങനെയുള്ള ഇതിൻ്റെ പിന്നെ സക്സസ് മീറ്റിങ്ങിലൊക്കെ ആയാലും നമ്മൾ ഇതിൽ എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്, എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും സ്നേഹം. സിനിമയിലൂടെ ഒരു പുതിയ യൂണിവേഴ്സ് അവരെല്ലാവരും കൂടി നമുക്ക് കാണിച്ചു തന്നു. അതേസമയം യഥാർത്ഥ ജീവിതത്തിലും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കൂട്ടായ്മയും നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ചാപ്റ്റേഴ്സ് വരാനുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും അതുപോലെ മനോഹരമായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.